ചെറിയൊരു ടോപ്പിക് പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഡിബഗിങ് എന്നുള്ള ടോപ്പിക്ക്. പല ഡെവലപ്പേഴ്സിനും അറിയില്ല എന്താ ഡിബഗിങ് എന്നുള്ളത്. അപ്പോൾ പല ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ ബ്രോക്യാമ്പിലെ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പോൾ പല ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഡിബഗിങ് അറിയുമോ നോക്കുമ്പോൾ അയ്യോ അറിയാത്ത രീതിയിലുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടു പഠിക്കുന്ന ഡെവലപ്പേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബ്രോക്യാമിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലൊക്കെ ഡിബഗിങ് എന്താണെന്നുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് തരാൻ എന്നുള്ളതാണ്. ഞാൻ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കാണിച്ചിരുന്നൊന്നുമില്ല. ഇത്തരം കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് അതിലുണ്ടെന്ന് ചെയ്യാമെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. സോ എന്താണെന്നുള്ള ബേസിക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിംഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു 100 ലൈൻസ് ഉള്ള ഒരു പ്രോഗ്രാമാണെന്ന് വിചാരിക്കും. അപ്പോൾ അതിൽ ചെയ്ത് നോക്കിയപ്പോൾ ഒരു റൺ ചെയ്ത് നോക്കുമ്പോൾ എന്തോ ഒരു എറർ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ എറർ എവിടുന്നാണ് വരുന്നത് എത്ര നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ വർക്ക് ചെയ്ത് പോയി നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നോക്കി ഇപ്പോൾ 100 വരിക പ്രോഗ്രാം റൺ ചെയ്യുന്ന മില്ലി സെക്കൻഡുകൾക്കുള്ളിലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഔട്ട്പുട്ട് എവിടെയാണ് ഏത് വരിയിലാണ് മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കേസിലാണ് നമ്മൾ ഡിബഗിങ് ടൂളുകൾ യൂസ് ചെയ്യുക. അപ്പോൾ ഡിബഗിങ് ടൂളുകൾ ഓരോ ലാംഗ്വേജിനും ഓരോ ഐഡിക്കും അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അത് ലാംഗ്വേജിനനുസരിച്ച് ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂളിനനുസരിച്ചൊക്കെ. അപ്പം നിങ്ങൾ നോഡ് ചെയ്യുന്ന ആൾക്കാർ വേറെ രീതിയിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ മൊബൈൽ ആപ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ വേറെ രീതിയിലൊക്കെ ആയിരിക്കും ഡിബഗിങ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ബേസ് ചെയ്തുള്ള ഡിബഗിങ് ടൂളിൻ്റെ ട്യൂട്ടോറിയൽസ് തന്നെ വാച്ച് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഡിബഗിങ്ങിൻ്റെ യൂസ് ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 100 വരികൾ പ്രോഗ്രാം അതിലൊരു 30ാമത്തെ വരിയിൽ ശേഷമാണ് എറർ വരാൻ ചാൻസ്. നമുക്ക് ഏകദേശം ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഒരു ബ്രേക്ക് പോയിന്റ് ആഡ് ചെയ്യും. ബ്രേക്ക് പോയിന്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഡിബഗിങ്ങിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ബ്രേക്ക് പോയിന്റ് നമ്മൾ ആ കോഡിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഒരു പാനൽ നമ്മൾ ഡിബഗിങ് പോയിന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡിബഗ് മോഡിൽ റൺ ചെയ്യാൻ കൊടുക്കും. സാധാരണ റണ്ണിങ്ങിൽ ഡിബഗ് മോഡിൽ നമ്മൾ റൺ ചെയ്യാൻ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ആ വരി ഇപ്പോൾ ഒരു 30th ലൈൻ 30ാമത്തെ ലൈനിലാണ് നമ്മൾ എന്ത് ചെയ്യണം ഡിബഗിങ് ഒരു പോയിന്റർ ആഡ് ചെയ്ത് വിചാരിക്കുക. മൾട്ടിപ്പിൾ പോയിന്റർ ആഡ് ചെയ്ത് നമുക്ക് 30ാമത്തെ ലൈനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിബഗ് മോഡിൽ റൺ ചെയ്യാൻ കൊടുക്കുമ്പോൾ പ്രോഗ്രാം ആയിട്ട് റൺ ചെയ്ത് പോയി ആ 30 സ്റ്റെപ്പ് റൺ ചെയ്ത് നമ്മൾ ഊഹിക്കുന്നതിനപ്പുറം സ്പീഡിലായിരിക്കും റൺ ചെയ്ത്. പക്ഷേ അവിടെ പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മൗസ് കൊണ്ടുപോയിട്ട് നമുക്ക് ആ വേരിയബിളിൻ്റെ മുകളിലൊക്കെ വെച്ച് നോക്കിയാൽ ഓരോ സ്റ്റെപ്പിലും വേരിയബിൾസ് ഉണ്ടാവുമല്ലോ. ആ വേരിയബിളിൻ്റെ മുകളിൽ മൗസ് കൊണ്ടുവന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ വേരിയബിളിൽ ഇപ്പോൾ ഈ വാല്യൂ ഉള്ളത് അതായത് ഈ തവണ റൺ ചെയ്യുമ്പോൾ ഈ വാല്യൂ ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ മൗസിനും വെച്ച് നോക്കാൻ പറ്റും. എന്നിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാടിച്ച് നോക്കാം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കൂടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വേരിയബിളിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ച് അപ്പോഴും വീണ്ടും മൗസൊക്കെ വെച്ച് നോക്കാൻ പറ്റും. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോയിട്ട് ഇഷ്യൂ എവിടെയാണ് വരുന്നത്, ഏത് ലൈനിലെ സ്റ്റെപ്പിൽ എന്തോ കാൽക്കുലേഷനിലാണ് ആ ഒരു പ്രോബ്ലം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡിബഗിങ് പോയിന്റ് മൾട്ടിപ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഡിബഗിങ് പോയിന്റ് നേരിട്ട് അടുത്ത റണ്ണിങ് ഇങ്ങോട്ട് ചാടാൻ പറ്റും. ലൈൻ ബൈ ലൈനായിട്ട് ചാടാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയി നോക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ ഡിബഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് റൺ ചെയ്യുന്ന പ്രോഗ്രാമുകൾ നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ബഗ് ഫിക്സ് ചെയ്യാൻ ആലോചിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാൻ പറ്റും. ചില ടൂളുകളിൽ ബാക്കിലോട്ടും പോകാൻ പറ്റും. അതായത് ഒരു സ്റ്റെപ്പ് മുന്നിലോട്ട് ചാടി എന്നിട്ട് ബാക്കിലോട്ട് പോകാൻ പറ്റും. എന്നിട്ട് ബാക്കിലോട്ട് പോയിട്ട് വീണ്ടും ഡൈനാമിക്കലി വാല്യൂ മാറ്റിയിട്ട് പിന്നെയും സ്റ്റെപ്പ് ഫോർവേഡ് അടിക്കാൻ പറ്റും. ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡിബഗിങ് എന്താണെന്നുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ലാംഗ്വേജ് ആണോ ഏത് ടൂളാണോ അതിനെ ബേസിലുള്ള ഡിബഗിങ് ടൂളുകളൊന്ന് സെർച്ച് ചെയ്യുക. യൂട്യൂബിൽ അതിൻ്റെ വീഡിയോസ് ഏതെങ്കിലും വാച്ച് ചെയ്യുക. ഡിബഗ് മോഡിൽ എന്ത് ചെയ്യുക നിങ്ങളെ പ്രോബ്ലംസ് അനലൈസ് ചെയ്യാനുള്ള രീതി ഒന്ന് പഠിക്കുക. ഇതെന്തായാലും ഇൻ്റർവ്യൂസിനൊക്കെ ഡിബഗ് ചെയ്യാൻ അറിയുമോ എന്നുള്ളത് ചോദിക്കും. വലിയ പ്രൊജക്റ്റുകളാകുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം എവിടുന്ന് അത് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഡിബഗിങ് ടൂൾ അറിഞ്ഞിരിക്കണം. റെസ്യൂമിലും ഡിബഗിങ് കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുന്നു.